ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോണീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബ്ലാക്ക് പെപ്പറും ക്രഷ്ഡ് ജിഞ്ചറും ടെർമറിക് പൗഡറും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചോപ്പ്ഡ് ഒനിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 എടുത്തിട്ടുണ്ട്. പിന്നെ കറി ലീവ്സ്, ജിഞ്ചർ, ഗാർലിക് ഒരു 5 എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊറിയാണ്ടർ ലീവ്സും എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് നമ്മൾ നോർമൽ ബ്രെഡ് മേടിച്ചിട്ട് മിക്സിക്കകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് മുട്ടയാണ്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അടുത്തായി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, ചില്ലി ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ജിഞ്ചർ ഗാർലിക് സോട്ടായതിനു ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഒനിയൻ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇത് സോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് സോട്ടായതിനു ശേഷം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കിനി ചിക്കൻ മസാല ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ ഇതിനകത്ത് മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്ന ചിക്കൻ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തെടുത്ത ചിക്കനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് ഒരു ഷേപ്പിലേക്ക് ഓരോ ബൗളുകൾ പോലെ നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ എഗ്ഗിലേക്ക് മുക്കി നമുക്കിത് ക്രംസ് മുക്കി കോട്ടിംഗ് ആയിട്ട് കൊടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ഓരോന്നും എടുത്ത് മാറ്റി വയ്ക്കാം. ഏകദേശം നമുക്ക് എടുത്തിരിക്കുന്നതിൽ വെച്ച് നമുക്കൊരു 10 രൂപ കിട്ടും. നമുക്കങ്ങനെ മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് പാനിലേക്ക് ഓയിലെടുത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കട്ട്ലറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓയിൽ കളയാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ കട്ട്ലറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.